ഹലോ അങ്ങനെ പരാശക്തി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കേട്ടോ പടം? പടം ഒരു നോർമൽ തമിഴ് സിനിമ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയില്ല അങ്ങനെ ഒരു സ്റ്റോറി. ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ച ഒരാളാണ്. ഞാനും ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉള്ളതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഇനി നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു സംഭവം വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ പലരും പറയുന്ന അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഒട്ടും വിശ്വസിക്കാം. കാരണം നമ്മുടെ വളരെ അടുത്തൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കലാപമൊക്കെ നടന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ആൾക്കാർ അതിനെ ശരിക്കും അറിയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കലാപമൊക്കെ നടന്നിട്ടുണ്ട്. ഭാഷയുടെ പേരിൽ ഇത്രയും കലാപം നടന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു ചെറിയൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു കലാപം നടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പ്യൂർലി ഒരു പൊളിറ്റിക്കൽ കളി തന്നെയാണ്. ഇലക്ഷനെ കണ്ടുകൊണ്ട് 100%. ഇനി എന്തായാലും ഈ പടം എല്ലാവരും കാണുമെന്ന് DMK എന്തായാലും വരും. ഇതിനകത്ത് പടം കാണിച്ചേക്കുന്നത് കോൺഗ്രസിനെ ഓടിച്ചിട്ട് DMK എങ്ങനെ വന്നു. കോൺഗ്രസിനെ അവർ പച്ച തൊടിയിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് അപ്പോൾ DMKക്ക് തിരിച്ചു വരാൻ ഒരു നല്ലൊരു ചാൻസ് ആണ് ഇത് ഈ ഒരു ഫിലിം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 90% തമിഴിയൻസ് അത് കാണുകയും ചെയ്യും. 100% അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാത്രമല്ല, പണ്ട് ഇപ്പം കാശ് കൊടുത്ത് വോട്ട് മേടിക്കുക എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു സിനിമ ഇറക്കിയിട്ട് വീണ്ടും ഒരിടത്ത് നോട്ട് മേടിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പടം ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒന്നും അതിനെക്കുറിച്ചൊരു മാർക്കിടാൻ പോലും ഇല്ല. മാത്രമല്ല പിന്നെ കാസ്റ്റിംഗ് വളരെ ബോറാണ്. വളരെ മോശമായി, വളരെ ബോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരെ ഇല്ലെന്ന് പറയാം. GV പ്രകാശാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. വളരെ ബോർ. കാരണം പല സീൻസിലും നമുക്ക് നല്ല ഗംഭീരമായിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാവുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. പക്ഷെ ഒന്നും. പിന്നെ അതേപോലെ തന്നെ ശിവകാർത്തികേയൻ മുഖ്യ കഥാപാത്രം, അവന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? വെരി ബോറാണ്. അതൊരു നമുക്കത് അത് പറയേണ്ടത് എന്താണെന്ന് അറിയാം. അതൊരു തമിഴ് സ്റ്റൈൽ ആയിക്കോട്ടെ, നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതങ്ങ് ഓവർ ആക്ടിങ് ആണ്. പല സ്ഥലങ്ങളിലും ഓവർ ആക്ടിങ് ആണ്. നായികയും ശ്രീലീല അതുപോലെ തെലുങ്കിലുള്ള ഇവളെ വിളിച്ചിട്ട് ആദ്യം ഇവക്ക് വിക്കാന്ന് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലാണ് ഇവക്ക് മൈക്ക് എടുക്കുമ്പോൾ മാത്രമേ അല്ലാതെ യാതൊരു വിക്കുമില്ല. ചെറുപ്രാകം സംസാരിക്കുന്നുണ്ട്. മൈക്ക് എടുക്കുമ്പോൾ ഭയങ്കര വിക്കാണ്. അതൊന്ന് പിന്നെ ഒരു 80-85 വയസ്സിന് മേലെയുള്ള ഒരു 100 അമ്മച്ചിമാരെ എന്തായാലും ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ കുളപ്പുള്ളിയിലേ ഉണ്ട് അതിനകത്ത്. നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രവി മോഹൻ, ഇപ്പം പേര് മാറ്റി നമ്മുടെ ആക്ടറാണ് രവി മോഹൻ. അവൻ വില്ലനായിട്ട് കൊള്ളായിരുന്നു, ആക്ടിങ് കൊള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ശരിയാണ്. ആ വില്ലന്റെ വേഷം അത്യാവശ്യം ഭംഗിയായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ക്ലൈമാക്സിൽ അവനൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് ഇനി ഞങ്ങൾ വരും, സെൻട്രലിൽ നിന്ന് ഞങ്ങൾ വരും എന്നുള്ള രീതിയിൽ ഒരു മീനിങ് വരുന്ന രീതിയിൽ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതൊക്കെ ഇതെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് പ്രത്യേകിച്ച് മറ്റേ സിനിമ ഇപ്പൊ ബ്ലോക്ക് ചെയ്തിട്ട് ഇതിനെ കയറ്റി വിടണമെങ്കിൽ, ജനനായകൻ ബ്ലോക്ക് ചെയ്തിട്ട് വരണമെങ്കിൽ അതിനകത്ത് എന്തോ പിന്നിലൊരു കളി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി 100%. ബിക്കോസ് ഈ പടം ഇനി എല്ലാവരും കാണുവാണെങ്കിൽ അവർക്ക് DMKയോടുള്ള ആ ഒരു ആദരവും എനിക്ക് തോന്നുന്നത് ഇതാണ്. തമിഴിയൻസ് ചെയ്യേണ്ട ഒട്ടുമിക്ക പേരും ഇത് പോയി കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് ആൾക്കാർ കാണുമെന്ന്, കന്നഡ, തെലുങ്ക് എല്ലാം പറയുന്നുണ്ട്. അവർ പോയി കാണുമെന്ന് എനിക്ക് അത്ര കൊണ്ട് വിശ്വാസം പോലെ. സ്ക്രീൻ പ്ലേ വളരെ മോശം. എഡിറ്റിങ്ങും വളരെ മോശമാണ്. എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല എഡിറ്റർ ആരാന്നുള്ളത്. എഡിറ്റിംഗ് വളരെ മോശമാണ്. കാരണം യാതൊരു കണക്ടിവിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ചില എഡിറ്റഡ് ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്. അത് വളരെ ബോറാണത് എന്ന് ഞാൻ പറയാനുള്ളൂ. ഏതാണ്ട് ഒരു സോങ് കുറച്ച് നേരം നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഒരു പാട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ പടത്തിന് റിലേറ്റ് ചെയ്യാനുള്ള നമുക്ക് ആ പടത്തിനോട് ഇമോഷണൽ വാല്യൂ എങ്കിലും തോന്നുന്ന ഒരു സീനിൽ ഒരു ഇമോഷണൽ വാല്യൂ നമുക്ക് കൊടുക്കാനുള്ള ഒരു സീനും അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ മാർക്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു ഔട്ട് ഓഫ് 5 1 കൊടുക്കാം. 1 കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം ആ വില്ലൻ അത്യാവശ്യം നല്ല രീതിയിൽ രവി മോഹൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ പടത്തിനകത്തൊരു മണ്ണാങ്കട്ടയില്ല. സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒന്നും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, പറയാനില്ല. അപ്പം ഇതേപോലെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ. താങ്ക് യു.